അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. I have seen this video of ഏതോ ഒരു കോളേജിൽ TV പ്രോഗ്രാംസ് വെക്കുന്ന, ന്യൂസ് ചാനൽസ് TV പ്രോഗ്രാം വെക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. ഇപ്പൊ അവര് പോയിട്ട് ജെൻഡേഴ്സിനെ കുറിച്ചിട്ടും സെക്ഷുവാലിറ്റിനെ കുറിച്ചും മനസ്സിലായി. അപ്പൊ ഒരു തട്ടവിട്ട് പെൺകുട്ടീനോട് ചോദിക്കുകയാണ് ഇവരെ കുറിച്ച് എന്താണ് പറയാനുള്ളത് and all of that about the queer community. എന്നിട്ട് ആൻഡ് ഷീസ് ലൈക്ക് നമുക്കതിൽ പ്രശ്നമുള്ള എന്താന്ന് വെച്ചാല് ഇപ്പൊ കുറച്ച് ക്യാറ്റായിട്ടും വൂൾഫായിട്ടും ഐഡന്റിറ്റി ഞങ്ങളെ കോളേജിൽ കയറി കോളേജിൽ നശിപ്പിച്ച് നമ്മൾ എന്ത് ചെയ്യും? Oh my God, like, are you really concerned about that? Like, are you for real? പൊട്ടന്ന ലോക പൊട്ടൻ. Like, are you for real? മനുഷ്യന്മാര് ക്യാറ്റായിട്ടും ലൈക്ക് ഹാവ് യു സീൻ മലപ്പുറത്ത്, അതായത് മലപ്പുറത്ത് ഒരു കോളേജ് ആയിരുന്നു എന്ന് തോന്നുന്നു. മലപ്പുറത്ത് അങ്ങനെയുള്ള ക്യാറ്റായിട്ടും വോൾഫായിട്ടൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്ന കുറെ മനുഷ്യരുണ്ടെന്ന് ഞാൻ ആദ്യമായിട്ടൊക്കെ. വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരമില്ലാത്ത സാറൻ തന്നെ മറുപടി പറയാൻ പോകുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഉൾക്കൊള്ളണ്ടേ, അല്ലാതെ നമ്മൾ അവരെ മാറ്റി നിർത്തുക. ഞാൻ ആക്ച്വലി ഈ കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. ഇപ്പൊ LGBTQ കഴിഞ്ഞിട്ട് ++++ എന്ന് പറഞ്ഞ് 200-ലധികം ജെൻഡേഴ്സ് നമുക്ക് കാണാൻ പറ്റും. നാളെ ഒരാൾ വന്നിട്ട് ഐ ഐഡന്റിഫൈ മൈസെൽഫ് ആസ് എ വൂൾഫ് എന്ന് പറഞ്ഞ് ഇവിടെ എല്ലാം തകർക്കുകയാണെങ്കിൽ അതെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്യണം എന്നാണോ പറയുന്നത്? ഇവളാള് കൊള്ളാമല്ലോ, ഏതായി കുട്ടി? അപ്പോൾ ജെൻഡർ എന്ന് പറയുന്നത് പല രീതിയിൽ ജെൻഡർ ചൂസ് ചെയ്യാൻ നമ്മൾ നടക്കുകയാണെങ്കിൽ അവരെയും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണമല്ലോ. ലെസ്ബിയൻസ്, ഗേസ്, അത് മാത്രമല്ല എല്ലാവരും ഇപ്പോൾ തുടങ്ങുന്നുണ്ട്. ഐ ഐഡന്റിഫൈ മൈസെൽഫ് ആസ് എ കാറ്റ്, ഐ ഐഡന്റിഫൈ മൈസെൽഫ് ആസ് എ വൂൾഫ്. അങ്ങനെ പറഞ്ഞു വരുന്നവരൊക്കെ നമ്മൾ നാളെ ക്യാമ്പസിൽ കയറ്റി അവരെ സപ്പോർട്ട് ചെയ്യണം എന്നാണ് പറയുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അതിനെ എതിർക്കുന്ന ആളാണ്. പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം. ഇതൊക്കെ റിലീജിയസ് ആയിട്ട് കൂടി ഭയങ്കര ദീസ് റിലീജിയസ് പീപ്പിൾ ആർ ലൈക്ക് അവര് ഭയങ്കര ടെറിഫൈഡ് ആയിട്ട് ഇങ്ങനെ എന്തൊക്കെ സാധനങ്ങൾ കണ്ടുപിടിക്കാം, വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, പിന്നെ നെയിൽ പോളിഷ് ഇടാൻ പാടില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. I wear nail polish, I do my nails, you have a problem with it, deal with it. നീ ഒരിക്കലും നന്നാവില്ലടാ, റെസ്റ്റ് എടുക്കാതെ കേറി വരടാ. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.